ത്തെ യുവതീ യുവാക്കളെ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പരസ്യം നൽകിയും ഉയർന്ന ശമ്പളം വാഗ്ദാനം ചെയ്തു വ്യാജ റിക്രൂട്ട്മെന്റ് ഏജന്റുമാർ മ്യാൻമർ, തായ്ലൻഡ് അതിർത്തിയിലേക്കും മറ്റും കടത്തുന്നതായും ഇവരെ വിവിധതരം ഓൺലൈൻ തട്ടിപ്പുകൾക്കും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിച്ചു വരുന്നതായും പരാതി ലഭിച്ചിട്ടുണ്ട്. ഈ വിവരം ലഭിച്ച ഉടൻ തന്നെ മ്യാൻമർ യാത്രാപ്രശ്നം മുൻനിർത്തിയുള്ള മാർഗനിർദ്ദേശങ്ങളും മുന്നറിയിപ്പും കേരളത്തിലുടനീളം സമൂഹ മാധ്യമങ്ങളിലൂടെ നോർക്ക റൂൾസ് നൽകിയിട്ടുണ്ട്. വിഷയം മ്യാൻമറിലെ ഇന്ത്യൻ എംബസിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം തട്ടിപ്പ് സംഘത്തിൽ നിന്നും രക്ഷപ്പെട്ട് നാട്ടിലെത്തിയവരിൽ നിന്നും ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊല്ലം ജില്ലയിലെ 2 പേർക്കെതിരെയും കണ്ടാലറിയാവുന്ന ഏജന്റിനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്യുകയും 2 പേരെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിച്ചു വരികയും ചെയ്യുന്നു. വ്യാജ സിം കാർഡ് നിർമ്മിച്ച് സൈബർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സ്വദേശികളായ 2 പേരെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. തട്ടിപ്പുകൾ തടയാനും വ്യാജ റിക്രൂട്ട്മെന്റ് ഏജന്റുമാരെ കണ്ടെത്താനും നവമാധ്യമങ്ങൾ വഴിയുള്ള പരസ്യങ്ങൾ തടയാനും ഫലപ്രദമായ നടപടി പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് സംബന്ധിച്ച റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി, റിസർവ് ബാങ്ക് ഗവർണർക്കും ഇന്ത്യൻ സൈബർ സെൽ കോർഡിനേഷൻ സെന്ററിനും അയച്ചുകൊടുത്ത് തുടർ നടപടി സ്വീകരിച്ചു വരുന്നു. വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ, തൊഴിൽ തട്ടിപ്പ്, മനുഷ്യക്കടത്ത് എന്നിവ സംബന്ധിച്ച പരാതികൾ പ്രത്യേകം പരിശോധിക്കാൻ നോർക്ക റൂൾസ്, കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം, കേരള പോലീസ് എന്നിവയുടെ സംയുക്ത സംരംഭമായ ഓപ്പറേഷൻ ശുഭയാത്ര എന്ന പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 26/6/2024 അടിയന്തര യോഗം ചേർന്ന് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പോലീസിന്റെ NRI സെല്ലിന് കൈമാറാൻ തീരുമാനിച്ചിട്ടുമുണ്ട്.